ആശാനെ, മണിയാശാനെ, ആരാടാ അത്? വാതിലടച്ചിട്ടില്ല, കേറിപ്പോരെ. എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷങ്ങൾ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ പണ്ടത്തെ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. പാപ്പാന്മാർക്കിടയിലെ താരം മുതലമണിയനെ അറിയാത്ത ആനപ്രേമികളുണ്ടോ ആശാനെ? എന്നെ ഇപ്പം അങ്ങനെ ഇവിടെ കാണാൻ ഒരുത്തരും വരാറില്ല. കള്ളും കാശും ഉണ്ടായിരുന്നപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. വീണ് കഴിഞ്ഞപ്പം പിന്നെ ഒരു പട്ടിയും വരാറില്ല. എനിക്കിപ്പോഴും ആളെ പിടികിട്ടില്ല കേട്ടോ. നമ്മളെത്രയോ ഉത്സവങ്ങൾ കൂടിയിരിക്കുന്ന ആശാനെ. ഞാൻ അച്ചു. ആശാൻ വയ്യാതെ കിടക്കുവാന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാ. ആരുമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ആശാനെ. ലതികേച്ചി ഉള്ളം കയ്യിൽ വെച്ചല്ലേ കൊണ്ടു കിടക്കുന്നത്. ഉള്ളം കൈ ഇപ്പം ഇവളുടെയൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട അവസ്ഥയായി. ഇതിപ്പം മരുന്നായിട്ടും കുഴമ്പായിട്ടും കുറേ ഉണ്ടല്ലോ ആശാനെ. ആ, തളർന്നു പോയതാ ശരീരം. കുറേ ചികിത്സിച്ചു. ഇപ്പം കഷ്ടിച്ച് ശരീരം അനക്കാവുന്നായി. പക്ഷേ ഈ കാലിലെ മുറിവ് അതാണ് കഷ്ടപ്പെടുത്തുന്നത്. പറയണമെന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദന തീരെ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ചില നേരത്ത് ഒരുപോലെ കണ്ണടയ്ക്കാൻ കൊതിയാവും. അവൾ പറഞ്ഞ് ശരിയാ. അത്രയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവളോടും നന്ദനോടും. നന്ദൻ എന്ന് പറഞ്ഞ ആനയാട്ടോ. അതിപ്പോൾ നല്ല കാര്യമായി. കറുപ്പയിൽ നന്ദനൻ്റെ പാപ്പാനാണ് താഴേങ്കാവ് മണിയാശാനെന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്. ആശാനെ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? നാഗലത്ത് രഘുരാമൻ നായരോടുള്ള അടുപ്പമൊന്നും അവൻ എന്നോടില്ലായിരുന്നു. എൻ്റെ ചട്ടത്തിൽ നിൽക്കില്ലെന്ന് അവന് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ എനിക്കും വാശി. മണിയനോടാ നിന്റെ കളിയല്ലേ. ഞാനൊരു കാര്യം തീരുമാനിച്ച എനിക്കത് അപ്പം നടക്കണം. മണിയനോടാ നിന്റെ കാട്ടിക്കിടക്കുന്നതിന്റെ തന്ത വരെ വരച്ചു പറയാൻ നിർത്തും. എന്തിനാ നിങ്ങളെ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കണത്? നേരമാണ് പറഞ്ഞവൻ കേക്കില്ലേ? നിന്റെ തന്ത ആനപ്പുറത്തെ ഗുണവിചാരം എന്നോട് ഇറക്കല് കേട്ടോ. അയ്യോ വേണ്ട, അവൻ പാവ. നിങ്ങൾ തലക്കിത് ഭ്രാന്തായോ? എനിക്ക് ഭ്രാന്താടി ഭ്രാന്തോ.